അപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സായ നിങ്ങൾ എന്നോട് കുറേ കാലമായിട്ട് പറയുന്ന ഒന്നാണ് ഒരു RC കാർ മേടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾ പറഞ്ഞാൽ എനിക്ക് മേടിക്കാതിരിക്കാൻ പറ്റും. അപ്പോൾ ഞാനാണെങ്കിൽ ഒരു അടിപൊളി RC കാർ ആമസോണിൽ നിന്ന് ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്നാണെങ്കിൽ നമുക്ക് ഇത് ആദ്യം അൺബോക്സ് ചെയ്തതിന് ശേഷം കുറച്ച് ഓഫ് റോഡും പിന്നെ നിങ്ങൾ RC കാർ മേടിക്കാൻ നിൽക്കുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് ഇത് മേടിക്കാൻ പറ്റിയ ഒരു ഐറ്റം ആണോ എന്ന് കൂടി നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യം ഒരു പെട്ടിയിലാണ് വരുന്നത്. ഞാൻ മുമ്പ് ഒന്ന് അൺബോക്സ് ചെയ്തിരുന്നു. അപ്പോൾ ഈ ഒരു പെട്ടിയിൽ നിന്ന് നമ്മൾ RC കാർ ഇവിടെ പുറത്തേക്ക് എടുക്കാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ റിമോട്ട് കാണുന്നുണ്ട്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത റിമോട്ട് തന്നെയാണ്. പിന്നെ വരുന്നത് നമ്മൾ RC കാറാണ്. അത്യാവശ്യം ബോഡി ക്വാളിറ്റി ഉള്ള ഒരു അടിപൊളി RC കാറിനെയാണ് ഇത്. അപ്പോൾ നമുക്കാണെങ്കിൽ ഇതിൽ ബാറ്ററി ഒക്കെ ഇടേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു കവറിൽ തന്നെ നമുക്കാണെങ്കിൽ ഈ ഒരു RC കാറിൻ്റെ ഉള്ളിലേക്ക് ഇടാനായിട്ടുള്ളൊരു ബാറ്ററിയും പിന്നെ ഒരു ബാറ്ററി ചാർജ് ചെയ്യാനായിട്ടുള്ള ഒരു ചെറിയൊരു ചാർജർ കൂടിയും കിട്ടും. ഏകദേശം 1 മണിക്കൂറോളം ചാർജ് ചെയ്യാനാണ് ഈ ഒരു ബുക്കിൽ എഴുതിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇത് ഏകദേശം 1 മണിക്കൂർ ജസ്റ്റ് ഒന്ന് ചാർജ് ചെയ്തതിനു ശേഷം വരാം. ഇതാണെങ്കിൽ ഒരു ചാർജറും അതുപോലെ തന്നെ ഈ ഒരു ബാറ്ററി ഒന്ന് കണക്ട് ചെയ്തതിനു ശേഷം നമുക്ക് ഏകദേശം 1 മണിക്കൂർ ജസ്റ്റ് ഒന്ന് കുത്തി വെച്ച് വരാം. അങ്ങനെ ഞാനാണെങ്കിൽ ഏകദേശം 1 മണിക്കൂറോളം ഇത് മൊത്തത്തിൽ കുത്തി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഈ ഒരു ചാർജറിൽ നിന്ന് ഈ ഒരു ബാറ്ററി പുറത്തേക്ക് എടുക്കാം. ഇനി നമുക്ക് RC കാർ എടുത്തതിന് ശേഷം അതിൻ്റെ പുറകിലായിട്ട് നമുക്കൊരു സ്ക്രൂ കാണും. ആ ഒരു സ്ക്രൂ എടുത്തതിന് ശേഷം നമുക്ക് ഈ ഒരു ബാറ്ററി അതിൻ്റെ ഉള്ളിലേക്കായിട്ട് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഈ ഒരു സ്ക്രൂ ഒന്ന് അയക്കാം. ആ ഒരു സമയം കൊണ്ട് നിങ്ങളൊരു വീഡിയോ തന്നെ ലൈക്ക് ചെയ്താണ് ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യാനും അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പിന്നെ ഈ ഒരു RC കാർ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഹെലികോപ്റ്റർ കൊടുത്ത പോലെ ഈ ഒരു RC കാർ നിങ്ങൾക്ക് തരണോ വേണ്ടേ എന്നുള്ളത് നിങ്ങൾ തീർച്ചയായും കമൻറ്റ് കൂടി ചെയ്തേക്കുക. അപ്പോൾ ഞാനാണെങ്കിൽ ഒരു സ്ക്രൂ എല്ലാം ഇവിടെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്കായിട്ട് നമ്മൾ ഈ ഒരു ബാറ്ററി ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്ത് കൊടുക്കാം. പിന്നെ ഒരു RC കാറിൻ്റെ റേറ്റ് വരുന്നത് വെറും 700 രൂപയാണ്. അപ്പോൾ നിങ്ങൾക്ക് 700 രൂപയുടെ ഒക്കെ ചെറിയൊരു RC കാർ മേടിക്കാൻ നോക്കുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും മേടിക്കാം. അത്യാവശ്യം ബോഡി ക്വാളിറ്റി ഒക്കെ ഉണ്ട്. പിന്നെ ഇതെന്തായാലും നമുക്ക് ഓടിച്ച് നോക്കിയതിന് ശേഷം ഉറപ്പ് വരുത്തിയിട്ട് മാത്രം മേടിച്ചാൽ മതി. എന്തായാലും ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പോൾ നമ്മൾ ബാറ്ററി എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ RC കാറിൻ്റെ സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ നമ്മൾ ഈ ബാറ്ററി ഇട്ടതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ഓൺ ആക്കാനുള്ള സ്വിച്ചും ഓഫ് ആക്കാനുള്ള സ്വിച്ചും കാണും. ഇനി നമുക്കാണെങ്കിൽ നമ്മൾ RC കാർ കൺട്രോൾ ചെയ്യാനായിട്ടുള്ള റിമോട്ട് ഇവിടെ എടുക്കാം. ഈ ഒരു റിമോട്ടിൻ്റെ ബാക്കിലായിട്ടാണ് നമുക്ക് ബാറ്ററി ഇടാനായിട്ടുള്ള ഓപ്ഷൻ വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇതിലേക്കായിട്ട് ഒരു 2 ബാറ്ററി ഇട്ട് കൊടുക്കാം. നമ്മൾ ഈ ഒരു കാർ മേടിക്കുമ്പോൾ ഈ ഒരു ബാറ്ററി ഇതിൻ്റെ കൂടെ കിട്ടത്തില്ല, നമ്മൾ എക്സ്ട്രാ മേടിക്കേണ്ടി വരും. ഈ ഒരു റിമോട്ടിൻ്റെ ബാറ്ററി നമ്മൾ എക്സ്ട്രാ മേടിക്കേണ്ടി വരും. അപ്പോൾ ഞാനാണെങ്കിൽ ബാറ്ററി എല്ലാം ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് അടച്ച് കൊടുക്കാം. ബാറ്ററി ഇട്ടതിന് ശേഷം നമ്മൾ കൺട്രോൾ ചെയ്യുമ്പോഴാണെങ്കിൽ ഇവിടെ റെഡ് ലൈറ്റ് കത്തുന്നതായിട്ട് നമുക്ക് കാണും. ഇനി RC കാർ എടുത്തതിന് ശേഷം അതിൻ്റെ പുറകത്തെ സ്വിച്ചും നമുക്കൊന്ന് ഓണാക്കി കൊടുക്കാം. എന്നിട്ട് ഞാൻ കൺട്രോൾ ചെയ്തപ്പോഴാണെങ്കിൽ ഇവിടെ ടയറെല്ലാം കറങ്ങുന്നുണ്ട്. അതുപോലെ സ്റ്റിയറിംഗ് തിരിക്കുമ്പോൾ സ്റ്റിയറിംഗും പക്കായിട്ട് വർക്കാവുന്നുണ്ട്. അതിലൊന്നും വലിയ കുഴപ്പമൊന്നുമില്ല. ഇനിയാണെങ്കിൽ നമുക്ക് ഈ ഒരു ടേബിളുമേ ഒന്ന് ഓടിച്ച് നോക്കാം. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഈ ഒരു RC കാർ ഓടിച്ച് നോക്കിയത്. എനിക്ക് വലിയ കുഴപ്പമായിട്ടൊന്നും തോന്നിയിട്ടില്ല. അടിപൊളിയായിട്ട് തന്നെ എനിക്ക് ഓടിക്കാൻ കഴിയുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമുക്കാണെങ്കിൽ കുറച്ച് ഓഫ് റോഡ് കൂടെ ഒക്കെ ഒന്ന് ഓടിച്ച് നോക്കാം. അതിനു മുമ്പായിട്ട് നമുക്ക് ജസ്റ്റ് ഇതൊന്ന് ഡ്രിഫ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഞാനാണെങ്കിൽ ടെറസിൻ്റെ മുകളിൽ തന്നെ ഒന്ന് ഓടിച്ച് നോക്കുന്നുണ്ട്. അത്യാവശ്യം അടിപൊളിയായിട്ട് നമുക്കിത് ഡ്രിഫ്റ്റ് ചെയ്യാനും കഴിയുന്നുണ്ട്. എന്തായാലും ഒരു 700 രൂപയുടെ ക്വാളിറ്റി എല്ലാം ഇതിൽ കാണുന്നുണ്ട്. സ്പീഡും അത്യാവശ്യം കിട്ടുന്നുണ്ട്. പിന്നെ ഞാൻ കുറച്ച് സമയം ഓടിച്ച് നോക്കിയപ്പോൾ ചെറുതായിട്ടൊരു ബുദ്ധിമുട്ട് തോന്നി. ബാറ്ററി ബാക്കപ്പ് കുറച്ച് കുറവാണ്. ഞാൻ 1 മണിക്കൂറോളം കുത്തി വെച്ചതിന് ശേഷം 1 മണിക്കൂർ ഓടിച്ച് നോക്കിയപ്പോഴാണെങ്കിൽ എനിക്ക് ഏകദേശം ഒരു 45 മിനിറ്റിൻ്റെ അടുത്താണ് ഇതിൻ്റെ ബാറ്ററി ബാക്കപ്പ് കിട്ടിയിട്ടുള്ളത്. എന്നാലും കുഴപ്പമില്ല, അത്യാവശ്യം അടിപൊളി സാധനം തന്നെയാണിത്. ഇനി നമുക്കാണെങ്കിൽ കുറച്ച് ഓഫ് റോഡൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഞാനാണെങ്കിൽ കുറച്ച് കല്ലുള്ള സ്ഥലത്ത് കൂടെ ഒക്കെ ഒന്ന് ഓടിച്ച് നോക്കി. കുഴപ്പമില്ല, എല്ലാ ഭാഗത്തു കൂടിയും ഈ ഒരു RC കാർ പോകുന്നുണ്ട്. അതിലൊന്നും വലിയ കുഴപ്പമൊന്നുമില്ല. പിന്നെ നിങ്ങളാണെങ്കിൽ ഒരു ലോങ് വീഡിയോക്ക് 1K ലൈക്ക് തരികയാണെങ്കിൽ ഞാൻ അടുത്തതായിട്ട് ഈ ഒരു RC കാർ വെള്ളത്തിന് മുകളിൽ കൂടെ ഓടിച്ച് പോകുന്നതായിരിക്കും. ചെറുതായിട്ടൊരു ചാല് പോലെ ഉണ്ടാക്കിയതിന് ശേഷം അതിൻ്റെ ഉള്ളിൽ കൂടെ നമ്മൾ ഈ ഒരു RC കാർ ഓടിക്കുന്നതായിരിക്കും. പിന്നെ നിങ്ങൾക്കാണെങ്കിൽ ഇതുപോലത്തെ ടോയ്സിൻ്റെ ഒക്കെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമ്മൾ ഇനി അടുത്തത് ഏത് തരം ടോയാണ് മേടിച്ചിട്ട് അൺബോക്സ് ചെയ്യേണ്ടത് എന്നുള്ളത് നിങ്ങൾ തീർച്ചയായും കമൻറ്റ് കൂടി ചെയ്തേക്കുക. ഇനി നമുക്ക് ലാസ്റ്റായിട്ട് കുറച്ച് ഓഫ് റോഡ് റൈഡ് കൂടി കണ്ടതിന് ശേഷം ഈ ഒരു വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാം.